മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് സംഭവിക്കുവാൻ പോകുന്നതായി കാണുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഗ്രഹമാണ് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ എന്ന ഗ്രഹം. അതായത് ബുധൻ അതിശക്തമായി നിൽക്കുമ്പോഴും ബുധൻ്റെ സ്വാധീനം വളരെയധികം ഉണ്ടാകുമ്പോഴും ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോഴും ഒക്കെ തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാത്രമായി ചില പ്രത്യേക കാര്യങ്ങൾ അനുഭവത്തിൽ വരും. ഇതിൽ തന്നെ ഈ പുതുവർഷത്തിൽ ബുധൻ എന്ന ഗ്രഹത്തിന് ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബുധൻ്റെ രാശിമാറ്റം നടക്കുവാനായി ബാക്കിയുള്ളത്. മാത്രമല്ല അതിന് തൊട്ടു മുൻപായി ഈ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച ബുധൻ്റെ സ്വാധീനം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരിൽ നിപുണയോഗം സൃഷ്ടിക്കപ്പെടുകയാണ്. ജ്യോതിഷത്തിലെ തന്നെ ബുധനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു യോഗമാണ് ഇത്. അപ്പോൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിലെ ഒട്ടനവധി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള ആശയക്കുഴപ്പവും ഒപ്പം തന്നെ ജീവിതത്തിൽ ഇനി എന്താണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ള ആകുലതയും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്തെ നിസാരമായി കാണുവാൻ കഴിയില്ല. അപ്പോൾ ഈ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെടുന്ന നിപുണയോഗം കൊണ്ട് ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി നിപുണയോഗം സിദ്ധിക്കുന്നതോടെ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഈ നിപുണയോഗം ഗുണകരമായാണ് നിൽക്കുന്നത്. അതായത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ പറയത്തക്ക രീതിയിലുള്ള പല ശുഭകരമായ മാറ്റങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ശുഭസമയം ചിങ്ങം രാശിക്കാരിലേക്ക് വന്നു ചേരുന്ന തരത്തിലാണ് ഈ നിപുണയോഗം നിങ്ങളിൽ ഭാഗ്യമായി വരുന്നത്. എന്നാൽ നിലവിലുള്ള ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ ചിങ്ങം രാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഒട്ടനവധി അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുന്നവരും പല ചോദ്യചിഹ്നങ്ങളെയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമാണ്. അതായത് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ദൗർഭാഗ്യം നിറഞ്ഞ സാഹചര്യങ്ങളും ആഗ്രഹിക്കുന്നതൊന്നും സ്വന്തമാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളും ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ഇപ്പോൾ കുറച്ച് നാളുകളായി സാമ്പത്തികമായും വളരെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളോടൊപ്പം തന്നെ മാനസികമായും എന്തെന്നില്ലാത്ത സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം കാഠിന്യമേറിയതാക്കുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ 2026-ൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ നിപുണയോഗം നിങ്ങളുടെ ഭാവിയെ തന്നെ പോസിറ്റീവായി ബാധിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി മാറ്റങ്ങൾക്ക് കാരണമാകും. ഏറ്റവും പ്രധാനമായി ഈ ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച ബുധൻ്റെ സ്വാധീനം നിങ്ങളിൽ വളരെയധികം ഗുണകരമായി നിൽക്കുന്നതിനാൽ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച്
പുതിയ ഓഫർ ലെറ്ററിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ആ ശുഭവാർത്ത നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഒപ്പം തന്നെ ഈ നിപുണയോഗം സിദ്ധിക്കുന്നതിലൂടെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ വളരെ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് പോലും അവിശ്വസനീയമായി തോന്നുന്ന തരത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യവും വരുവാൻ പോകുന്നതായി ഫലപ്രകാരം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇത് വളരെ ഭാഗ്യസമയമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ചെയ്തെടുക്കേണ്ട എന്തൊക്കെയോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ വളരെയധികം കണക്കുകൂട്ടലുകളുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടണമെന്ന് നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് കൃത്യമായി നടന്നു കിട്ടിയേ മതിയാകൂ എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി ചെയ്തു പൂർത്തീകരിക്കുവാനുള്ള യോഗവും കൂടിയാണ് ഈ നിപുണയോഗത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെപ്പറ്റി ഇനി നിങ്ങൾക്ക് ആകുലതകളുടെ ആവശ്യമില്ല. ഇനി ഈ നിപുണയോഗം കൊണ്ട് ചിങ്ങം രാശിക്കാരിൽ സാമ്പത്തികമായി ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങളും എടുത്തു പറയേണ്ടവയാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് വളരെയധികം മനസ്സ് വിഷമിച്ച് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ നിപുണയോഗം സിദ്ധിക്കുന്ന സമയം സാമ്പത്തികമായി പല നേട്ടങ്ങളും കാണുവാൻ കഴിയുന്ന ഒരു സമയമാണ്. അതായത് കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പരിശ്രമത്തെക്കാൾ ഉപരിയായ നേട്ടങ്ങളായിരിക്കും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില പ്രത്യേക തുകകൾ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനുമുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രവൃത്തി നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്താലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായ ഫലങ്ങൾ തന്നെയായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ആത്മീക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സ്വഭാവ രീതികളിൽ വളരെയധികം പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഗുണകരമായ അവസ്ഥ തന്നെയാണ് ഈ ഒരു ദിവസം നിലനിൽക്കുന്നത്. ഇനി ഈ ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് മഹാഭാഗ്യത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. അതായത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാവുകയും പല നേട്ടങ്ങളെയും നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വർഷത്തിലേക്കായിരിക്കും ഈ ഒരു ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തികൾ കടക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാ വിധത്തിലും ചിങ്ങം രാശിക്കാർക്ക് ഈ നിപുണയോഗം കൊണ്ട് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത് മികച്ച നേട്ടങ്ങൾ തന്നെയായിരിക്കും. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 9-ാം തീയതി വെള്ളിയാഴ്ച ബുധൻ്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന നിപുണയോഗത്താൽ അത്യധികം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിയിൽ പിറന്ന ഓരോ നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ നിപുണയോഗം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ പോകുന്നത്. എന്നാൽ ഫലപ്രകാരം നോക്കുമ്പോൾ ഇപ്പോഴുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ
മാനസിക സംഘർഷം അധികരിക്കും എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രതീക്ഷയും ജീവിതത്തോട് വെച്ചു പുലർത്തുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ചില വ്യക്തികളുടെ ജീവിതത്തിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരിൽ പല ആളുകളും അനുഭവിച്ചു വരുന്നത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണ്. അതായത് കടബാധ്യതകൾ കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില ആളുകളും ഇതിലുണ്ട്. മുഴുവനായി നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിട്ടുമാറാത്ത തരത്തിലുള്ള ദുരിതങ്ങളും കാര്യ തടസ്സങ്ങളും ദൗർഭാഗ്യങ്ങളുമാണ് നിരന്തരം ഉണ്ടാകുന്നത്. എന്നാൽ ഈ നിപുണയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നതോടെ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറന്നു പോകുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഇന്നത്തെ അധ്യായം കാണുന്ന ഏതൊക്കെയോ കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ എന്തെന്നില്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാന മാർഗം അതായിരുന്നു. ഇപ്പോൾ അതുമില്ലാത്തപ്പോൾ സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ്. മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പലരിൽ നിന്നും നിങ്ങൾക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. എന്നാൽ അങ്ങനെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഏതെങ്കിലും കന്നിരാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് ഈ ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. കാരണം ബുധൻ്റെ സ്വാധീനത്താൽ നിങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നിപുണയോഗം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വിജയത്തിലേക്ക് എത്തിക്കുവാൻ തക്കതായ ഭാഗ്യയോഗമാണ്. ഇനി ഇതിനെല്ലാം പുറമെ തന്നെ ഈ ജനുവരി മാസം 9-ാം തീയതി വെള്ളിയാഴ്ച ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ധനനേട്ടങ്ങളും വളരെയധികമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം എന്തെങ്കിലും തരത്തിലുള്ള ധനവരവുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു തടസ്സവും കൂടാതെ ആ ധനം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൂടാതെ ചില ദീർഘകാല നിക്ഷേപ പദ്ധതികളിൽ അംഗത്വമെടുക്കുവാനുള്ള യോഗവും ഈ ഒരു ദിവസം ചില കന്നിരാശിക്കാരിൽ ഉണ്ടാകും. ഇനി ഈ നിപുണയോഗം ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാർക്ക് അത്യധികം ഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിൽ പുതിയ ചില കരാറുകളിൽ ഒപ്പുവെക്കുവാനും അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനെ പറ്റി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനും എല്ലാം തന്നെ ഈ ഒരു ദിവസം കന്നിരാശിക്കാർക്ക് കഴിയും. ഇനി ഇത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് പുറമെ തന്നെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമെല്ലാം തന്നെ വളരെ മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും കന്നിരാശിക്കാർക്ക് നിപുണയോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇന്ന് വരെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിച്ചാണോ നിങ്ങൾ വേവലാതിപ്പെട്ടിരുന്നത്, ആ പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയുകയും ഒപ്പം തന്നെ ഒട്ടനവധി ഭാഗ്യകരമായ കാര്യങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇനി മൂന്നാമതായി ഈ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച നിപുണയോഗം സിദ്ധിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. അതായത് വെറും സ്വപ്നം എന്നതിലുപരി ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയായിരുന്നാലും അത് നേടിയെടുക്കുവാനായി വളരെയധികം പരിശ്രമിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ. എന്നാൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്താൽ പോലും ദൗർഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ പലതും നേടിയെടുക്കുവാനുള്ള അവസരം
നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ് ഭൂരിഭാഗം മകരം രാശിക്കാർക്കും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ നിപുണയോഗം സിദ്ധിക്കുന്നതോടെ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യം വളരെയധികം ഉണ്ടാവുകയും തൊടുന്നതെല്ലാം പൊന്നാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി അധ്യാപന മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ നാളുകളായി പ്രതീക്ഷിക്കുന്ന ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന സമയമാണ് ഇത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സർക്കാർ മേഖലയിലേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്ന മകരം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ നിപുണയോഗം സിദ്ധിക്കുന്നതോടെ ആ ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള ഭാഗ്യം ഉണ്ടാകുവാൻ പോവുകയാണ്. അതുകൂടാതെ മറ്റുള്ള തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ പരിശ്രമിക്കുന്ന മകരം രാശിക്കാർക്കും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങളെ ഒരു സമ്പന്നതയിലേക്ക് എത്തിക്കുന്നവയാണ്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെയുള്ള ജീവിതത്തെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയുണ്ടാകില്ല. എന്നാൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന പോസിറ്റിവിറ്റിയെ ആകർഷിക്കുകയും പൂർണ്ണമായി അവ നിങ്ങൾക്ക് ഗുണകരമായി വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കാണുവാൻ കഴിയുക തന്നെ ചെയ്യും. ഇനി എടുത്തു പറയത്തക്ക രീതിയിൽ ഈ നിപുണയോഗം കൊണ്ട് മകരം രാശിക്കാരിൽ തെളിഞ്ഞു കാണുന്നത് വാഹനം, വീട്, വസ്തുവകകൾ എന്നിവ സ്വന്തമാക്കുവാനുള്ള യോഗമാണ്. അപ്പോൾ ഈ ഒരു യോഗം നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ സമയമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ നിപുണയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും മകരം രാശിക്കാർക്ക് ഉണ്ടാകും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള കലാകായിക രംഗത്ത് കൂടുതൽ മികവ് പുലർത്തുവാനും താല്പര്യമുള്ള ചില ദൂരയാത്രകൾ ചെയ്യുവാനുമൊക്കെയുള്ള ഭാഗ്യവും നിങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് മേഖലയിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ഈ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ, ഈ നിപുണയോഗം ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് സകല ഭാഗ്യങ്ങളെയും ജീവിതത്തിലേക്ക് ആകർഷിച്ചു നൽകുന്ന ഒരു യോഗം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സർവോപരി ഭാഗ്യവും സമ്മാനിക്കുന്ന ഒരു യോഗം തന്നെയായിരിക്കും ഈ നിപുണയോഗം എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.